ഹലോ, നമസ്കാരം. ഹാക്കർമാർ ഫോണല്ല ഹാക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സാണ് ഹാക്ക് ചെയ്യുന്നത്. ഹാക്കർ ഈസ് ലീഡിങ് ടു സ്കാം. അടുത്ത സ്റ്റെപ്പ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മണി തന്നെയാണ്. അത് അവർ ഒരു പക്ഷെ നിങ്ങളുടെ ഡാറ്റ ആയിരിക്കും സെല് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ മണി അവരിലേക്ക് എത്തിക്കാനുള്ള വഴി അവർ ക്രിയേറ്റ് ചെയ്യും. മനസ്സ് എങ്ങനെ ഹാക്ക് ചെയ്യുന്നതെന്ന് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഒന്ന്, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഭയപ്പാടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക്, നിങ്ങളൊരു വലിയൊരു അപകടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഭയപ്പാട്, ഒരു പക്ഷെ നിങ്ങൾക്ക് മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മകൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ മകൾ ജയിലിൽ പോകും, അതും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജയിലിൽ പോകുമെന്നുള്ളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യും. രണ്ടാമതും, ആ അർജൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയം ലീഡ്സ് ടു അർജൻസി എന്ന് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തന്നെ തരുന്ന സിഗ്നൽ അത് ചെയ്യാനായിരിക്കും. കാരണം അമിതമായ ഭയം, അമിതമായ സന്തോഷം നമ്മളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അവർ പറയുന്ന, ഹാക്കർമാർ പറയുന്ന ആ കാര്യം നിങ്ങൾ പോലും അറിയാതെ ചെയ്തു കൊടുക്കും. അവർ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കും. അവരുടെ സംസാര രീതി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, വേറെ റിട്ടേൺ ആണെങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രൊഫഷണൽ രീതി ഫീൽ ചെയ്യും. ഇവർ ഒറിജിനൽ ആണ് എന്നുള്ള ആ ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ ഫീൽ ചെയ്യും. ആ ഫീൽ വന്നതോടുകൂടി നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ OTP കൊടുക്കുന്നു, നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു. എങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് മുക്തി നേടാം? ഞാൻ ഒരു സ്കാം മാനേജ്മെന്റ് കോഴ്സ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണുക, നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.